മിസ്സേ. പിന്നെ ദേ ശ്വേതയുടെ പേരൻസും കൂടി ഏൽപ്പിച്ചാ വിട്ടത്. അവർക്കിന്ന് വരാൻ പറ്റിയില്ല, അപ്പോൾ അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. ആണോ? ആ, അത് കുഴപ്പമില്ല. അത് ഞാൻ പാർവതിയുടെ പറയാം. പാർവതി ആണെങ്കിൽ ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റാണ്, നല്ലോണം പഠിക്കുന്നുണ്ട്. ഈ രീതിയിൽ പോയാൽ നമുക്ക് നല്ല ഒരു റാങ്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, കുറച്ച് ചട്ടമ്പിത്തരമുണ്ട്. ചട്ടമ്പിത്തരോ? എന്താ പിച്ചേ? ഒന്നും പറയണ്ട, കണ്ട പിള്ളേരോട് ഇടി കൂടി ഉപദ്രവം തന്നെ. മിസ്സേ, ഞാനൊന്നും ചെയ്തില്ല മിസ്സേ. മിസ്സേ, നമ്മൾ കോംപ്രമൈസ് ചെയ്തതല്ലേ, പിന്നെന്താ? അതെ, ഇനിയൊന്നും ചെയ്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം. മിസ്സേ, പാർവതിയോ? ഇത്ര പ്രശ്നക്കാരിയാണോ അവള്? വീട്ടിലെന്ന് നല്ല കൊച്ച, ഒരു കുഴപ്പമില്ല. സ്കൂളിൽ വന്ന് ഈ ഇടിയും ബഹളമൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതത്ര പ്രശ്നം ഉണ്ടായിട്ടല്ല, പിന്നെ ഒരു തവണ ഇത് സംഭവിച്ചിട്ടുള്ളൂ. ചോദിച്ചപ്പോൾ എന്തോ ചെറിയ കാര്യമാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ അതാണ് വീട്ടിൽ വിളിച്ച് പറയാത്തത്. മിസ്സേ, ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വിളിച്ചു പറഞ്ഞോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മിസ്സേ, ചാടിക്കല്ലേ, അടിക്കൂ. ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ചെയ്തില്ലത്. എന്തിനാ മിസ്സേ ഇങ്ങനെ ചെയ്തേ? അയ്യോ, വഴക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഇതിവിടെ കഴിഞ്ഞു. ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവളെ അടിക്കും വഴക്കൊന്നും വേണ്ട കേട്ടോ. ഇല്ല മിസ്സേ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതെന്താന്ന് ഞാൻ ഒന്ന് അറിയട്ടെ ആദ്യം. ഈ സാരിയില്ലെന്നേ. പിന്നെ അടുത്തത് നമ്മുടെ മാളവിക. മാളവികയാണെങ്കിൽ പഠിക്കാനൊക്കെ മിടിക്കുക, എല്ലാത്തിനും മിടിക്കുക. പക്ഷെ ഈ ഇടയായിട്ടൊരു ചെറിയ ഉഴപ്പ് കാണുന്നുണ്ട്. ഒന്നൊന്ന് ശ്രദ്ധിച്ചേര്. അവളെ കൂട്ടുകെട്ടൊന്നും അത്ര ശരിയല്ല. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും എൻ്റെ മിസ്സേ, രണ്ടുപേരും എന്ത് അഭിനയ! ഭയങ്കര പഠിത്തം, നല്ല കുട്ടികൾ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നക്കാരികളായിരുന്നു എൻ്റെ മക്കള്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മിസ്സേ, ഞാൻ നോക്കിക്കോളാം. അടുത്തത് ശ്വേത. ശ്വേതയാണെങ്കിലും പഠിക്കാൻ കുറച്ച് കുഴപ്പമുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ പഠനം കുറച്ച് പുറകോട്ടാ. അതൊന്ന് അറിയിച്ചേക്കണം, അത്രേ ഉള്ളൂ. ശരി മിസ്സേ, ഞാൻ എല്ലാം ഏറ്റു. എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്നാൽ ശരി കേട്ടോ. അല്ല മിസ്സേ, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, മറ്റേ മേസി എന്ന് പറഞ്ഞ കുട്ടിയുടെ. അത് ഞാൻ അറിഞ്ഞു. അതിനുടനെ ഒരു ആക്ഷൻ എടുക്കും. ഓക്കെ മിസ്സേ, താങ്ക് യു. വാ, നടക്കങ്ങോട്ട്.